വർഷങ്ങളായി തുടരുന്ന ഉപഭോക്തൃ ബന്ധം ഉപയോഗിച്ച് മറ്റ് ജനകീയ ബിസിനസ്സുകൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സിഒഎ എന്ന കെസിസിഎൽ ചെയർമാൻ കെ ഗോവിന്ദൻ. ഫൈബർ ടു ഹോം എന്നത് ഫൈബർ ടു റൂം എന്ന രീതിയിലേക്ക് മാറുകയാണ്. ഇതിലൂടെ ഉപഭോക്താവിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സിഒഎ മട്ടന്നൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെസിസിഎൽ ചെയർമാൻ. അധികാര കേന്ദ്രങ്ങളുടെ വഴിവിട്ട ഇടപെടൽ മൊത്തത്തിൽ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായിട്ടുണ്ട്. എന്നാൽ രാജ്യത്ത് കൊഴിഞ്ഞുപോക്ക് കൂടുമ്പോഴും കേരളത്തിൽ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. കേരളത്തിൽ 30 ലക്ഷത്തോളം വരിക്കാർ കേരള വിഷനുണ്ട്. ഇത്രയും വലിയ വരിക്കാരുടെ എണ്ണം മറ്റൊരു കമ്പനികൾക്കും കേരളത്തിൽ അവകാശപ്പെടാൻ കഴിയില്ല. വർഷങ്ങളായി തുടരുന്ന ഉപഭോക്തൃബന്ധം ഉപയോഗിച്ച് മറ്റ് ജനകീയ ബിസിനസ്സുകൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സിഒഎ. കേരളത്തിലുള്ള ഇപ്പോഴത്തെ 30 ലക്ഷത്തോളം വരുന്ന കേബിൾ TV ഉപഭോക്താക്കളുണ്ട്. അതുപോലെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുണ്ട്. ഇതൊരു വലിയ മാസം, അത്രയും വലിയ ഒരു വരിക്കാരുടെ എണ്ണം ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല കേരളത്തിൽ. ഇത്ര വലിയ ഒരു ഉപഭോക്തൃ ബന്ധം, ഉപഭോക്താക്കളുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പുതിയ ബിസിനസ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ സിഒഎ ആലോചിച്ചിട്ടുള്ള മറ്റൊരു മാർഗം. അതാണ് ഇവിടെ സൂചിപ്പിച്ച ടൂറിസം ആയാലും PSP ആയാലും ഒക്കെയുള്ള വിവിധങ്ങളായ മൾട്ടിപ്പിൾ സർവീസുകൾ ഇതിലൂടെ ഈ ഉപഭോക്തൃ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ലോകത്ത് കേബിൾ എന്ന ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ശക്തമായും ഫലപ്രദമായും ഉപയോഗിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൈബർ ടു ഹോം എന്നത് ഫൈബർ ടു റൂം എന്ന രീതിയിലേക്ക് മാറുകയാണ്. ഇതിലൂടെ ഉപഭോക്താവിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ജനകീയ ബദലാണെന്നും KCCL ചെയർമാൻ പറഞ്ഞു. 2007 മുമ്പ് ഒരു ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ ആയിരുന്നു LCO, ലാസ്റ്റ് മൈൽ ഓപ്പറേറ്റർ എന്നോ ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ എന്നോ കേബിൾ ഓപ്പറേറ്റർമാരെ പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഡിജിറ്റലൈസേഷൻ വന്ന സമയത്ത് കേബിൾ ഓപ്പറേറ്റർമാരുടെ നിലവാരം വ്യത്യസ്തപ്പെട്ടു. ഡിജിറ്റൽ കേബിൾ TV പ്രൊവൈഡറായി മാറി. അന്ന് MSOകൾ നിലവിൽ വന്നു. പിന്നീട് 2015 ശേഷം 17-18 കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഇന്റർനെറ്റ് സർവീസ് നൽകാൻ ആരംഭിക്കുന്നത്. ആ ഇന്റർനെറ്റ് സർവീസ് നൽകാൻ ആരംഭിച്ചു. ISPകൾ നിലവിൽ വന്നു. തുടർന്ന് നമ്മളിപ്പോ ഈ സമീപകാലത്താണ് ടോട്ടൽ സർവീസ് എന്ന് പറയുന്ന അനുബന്ധമായിട്ടുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചറും അനുബന്ധ നമ്മുടെ എക്സ്പീരിയൻസും ഉപഭോക്തൃ ബന്ധവും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ടോട്ടൽ സർവീസുകൾ നൽകാൻ കഴിയുന്ന ഒരു സർവീസ് പ്രൊവൈഡറായി, അങ്ങനെ മൾട്ടിപ്പിൾ സർവീസ് പ്രൊവൈഡർ ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റേതുൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റിനെ സംരക്ഷിക്കുന്നതിനും അവരുടെ വരുമാനം സുരക്ഷിതമാക്കാനുമുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല. ഇതിനു പുറമെ നിലവിലുള്ള സംവിധാനം ഇല്ലാതാക്കുന്ന പ്രതിഭാസം ഉണ്ടാവുകയും ചെയ്തുവെന്നും കെ ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് ഒരുപാട് റെഗുലേഷനുകൾ വന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ കുറേയധികം റെഗുലേഷനുകൾ പേ ചാനലുകളുടെ നിരക്കിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ, അതിന്റെ സെക്യൂരിറ്റി നിലവാരത്തിന്റെ കാര്യത്തിൽ, പ്രക്ഷേപണത്തെ സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങൾ, ട്രായ് പോലുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെ വലിയ ഇടപെടൽ സർക്കാർ നടത്തി. ഇതിന്റെ ഭാഗമായി നടന്ന എല്ലാ മാറ്റങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്താണ്? ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും ഒരുപോലെ നിലനിർത്തുക എന്നുള്ളതല്ല, അത് വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റിനെ സംരക്ഷിക്കത്തക്ക രീതിയിലുള്ള ടെക്നോളജി വരാനും അവരുടെ വരുമാനം സുരക്ഷിതമാക്കാനും IT രംഗത്തെ മോണോപോളി നിലനിർത്താനും സഹായകമാകുന്ന മാറ്റങ്ങളാണ് വന്നതെല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ലാസ്റ്റ് മൈൽ ആയിട്ടുള്ള കേബിൾ TV ഓപ്പറേറ്റർ പോലുള്ള വിസിബിൾ അല്ലാത്ത ഒരാളുകളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിനെ ഒരു രീതിയിൽ പരിഗണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് ഇല്ലാതാകുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.